എന്നെ കണ്ടിട്ട് എന്തേലും പന്തികേട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? തോന്നും. ഇന്നലെ കണ്ട ഭംഗി ഇന്നെനിക്ക് നിങ്ങൾ കാണുന്നില്ലേ? അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. ഉറങ്ങി ഇപ്പം ഇങ്ങനെ എഴുന്നേറ്റതേ ഉള്ളൂ. സമയം 6:30 മണി. അപ്പം നമ്മളൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മളുടേതായിട്ടുള്ള എന്താ പറയാ വീഡിയോസിന്റെ കമന്റുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കി തുടങ്ങിയിട്ടുണ്ട് ഞാന്. എന്തൊക്കെയാ ആർക്കൊക്കെയാ പറയാനുള്ളതെന്നും നെഗറ്റീവ് എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുണ്ടോ എന്നുള്ളതും ഒക്കെ ഒന്ന് അറിയണല്ലോ എന്ന് കരുതിയിട്ട് വെറുതെ ഒന്ന് ഓടിച്ചു നോക്കിയതാണ്. അപ്പം അതില് 2 ദിവസങ്ങൾക്ക് മുമ്പേ എൻ്റെ ടാട്ടൻ്റെ കൂടെ, എൻ്റെ ടാട്ടൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ കരുണേട്ടൻ്റെ കൂടെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊരു കമന്റ്. അപ്പൊ ആ കമന്റിന് അല്ല, ഇപ്പൊ ടാട്ടൻ്റെ കൂടെ വീഡിയോ ചെയ്യാൻ എന്താ കാരണം? റീച്ച് കുറവാകുമ്പോൾ പിന്നെ ടാട്ടനെ പിടിച്ചിരുത്താതെ എന്താ ചെയ്യാല്ലേ? ടാട്ടനെ കൊണ്ട് ആരെങ്കിലും 2 ചീത്ത അങ്ങോട്ട് വിളിപ്പിക്കുക, അപ്പൊ റീച്ച് താനെ വരും. അതാണ് ഐഡിയ. നടക്കട്ടെ നടക്കട്ടെ. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, പറയേണ്ടതാരാണ്? ടാട്ടൻ. അതെ, ടാട്ടൻ തന്നെ പറയണം, എന്നാലേ കൊള്ളണ്ടവർക്ക് കൊള്ളുള്ളൂ. അതാണ്, എന്നാലേ റീച്ച് ഉണ്ടാകത്തുള്ളൂ. റീച്ച് കുറയുമ്പം പുതിയ പുതിയ ഐഡിയാസിന് വേണ്ടിയിട്ട് ടാട്ടനെയൊക്കെ പിടിച്ചിടുന്നുണ്ട്. കുറേ നാളത്തേക്ക് ടാട്ടൻ അവധിയിലായിരുന്നു. എന്തായാലും ടാട്ടൻ്റെ ഈ വൈറൽ വീഡിയോ ആണ്, അത് നിങ്ങൾ കേൾക്കാണ്ട് പോകരുത്. ഒരു 1.5 കേട്ടിട്ട് പറയാം. പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, പറയേണ്ടതാരാണ്? അതെ, ഇവള് പറഞ്ഞിട്ട് കാര്യമില്ല. പറയേണ്ടതാരാണ്? നമ്മുടെ കരുണേട്ടനാണ്. അപ്പൊ നമുക്ക് ടാട്ടനോട് ചോദിച്ചു നോക്കാം, ടാട്ടൻ എന്താണ് ആ ഒരു കമന്റിന് മറുപടി പറയാനുള്ളത് എന്നുള്ളത്. ടാട്ടനെ KSRTCയിൽ കുറെ ലീവ് ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് മറുപടികൾ പറഞ്ഞ് KSRTCന്ന് പുറത്താവോ എന്നാണ് എൻ്റെ സംശയം. ടാട്ടൻ ഇങ്ങനെ KSRTC ഓടിക്കുകയും വേണം. ഇങ്ങനെ മറുപടികൾ ഇങ്ങനെ 1.5 ആയിട്ട് കൊടുത്തോണ്ടിരിക്കുമ്പം എന്തായാലും മന്ത്രി ഗണേഷ് കുമാറിന് ഇതാരെങ്കിലും അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പണി പോക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ലീവ് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ജോയിൻ ചെയ്തിട്ടില്ലേ? ഇപ്പം ഇത് ഈ ഒരു മാസത്തിൽ 2-3ാമത്തെ വീഡിയോ ആണ്. എന്തായാലും ഈ വീഡിയോ എല്ലാവരും കൂടി മന്ത്രി ഗണേഷ് കുമാറിന് സമർപ്പിക്കുക. കരുണേട്ടനെ തൊട്ടിൽപ്പാലം KSRTCന്ന് ചിലപ്പം പുറത്താക്കിയേക്കും. പണി പോകുന്ന വഴി കാണൂല പിള്ളേച്ച എന്ന് മനസ്സിലായപ്പോ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതുപോലത്തെ മറുപടികൾ പറയാനിരുന്നാലും ചിലപ്പോൾ പണി പോകുന്ന വഴി കാണൂല. അപ്പം സൂക്ഷിച്ചും കണ്ടൊക്കെ പറയാം, എന്നാലും നമുക്ക് കേൾക്കാം നമ്മുടെ കരുണേട്ടൻ എന്താണ് പറഞ്ഞേക്കണേന്ന്. പേപ്പേഴ്സ് ഒക്കെ ഒന്ന് റെഡിയാക്കി പോകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തുടങ്ങിയ റെഡിയാക്കലാ. ഇന്ന് രാവിലെ എഴുന്നേറ്റ് പിന്നെയും ആ കാര്യങ്ങളൊക്കെ ഇന്ന് സബ്മിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പം ടാട്ടൻ്റെ അടുത്ത് പോയിട്ട് ടാട്ടൻ ആദ്യം ഈ കമന്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം. എന്നിട്ട് വല്ല വഴിക്കും പറഞ്ഞു വിടേണ്ട കമന്റിനെയൊക്കെ എടുത്ത് തോട്ടിയിട്ട് പിടിച്ചിട്ട് ഇങ്ങോട്ട് വാന്നും പറഞ്ഞുകൊണ്ട് ആ കമന്റിനെ എടുത്തിട്ടാണ്. നമുക്കൊക്കെ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വരുന്നുണ്ട്. നമ്മളതൊക്കെ അതിൻ്റെ വഴിക്ക് വിടാണ്. നമ്മൾ ഓരോ കമന്റ് എടുത്ത് വെച്ചിട്ട് മറുപടി കൊടുക്കാനിരുന്നാൽ നമുക്ക് കണ്ടന്റ് ക്ഷാമം ആയിട്ടാണോ? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം അമ്പലത്തിൽ പോവാൻ നിവൃത്തിയില്ല. നിവൃത്തി ഉണ്ടായാലും ശരി, അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ ഒരു നിവൃത്തിയില്ല. പിന്നെ എന്ത് ചെയ്യും? പിന്നെ എന്ത് കണ്ടന്റ് എടുത്ത് വെച്ചിട്ട് അലക്കും ഉടുക്കും? അപ്പം ഇത് തന്നെ ശരണം, അത്രയേ ഉള്ളൂ. പിന്നെ ടാട്ടം വന്ന് 2 മറുപടി അങ്ങോട്ട് പറഞ്ഞാൽ റീച്ച് അങ്ങോട്ട് കൂടും. ഐഡിയ നല്ലോണം ഇടയ്ക്കിടയ്ക്ക് ഐഡിയ വർക്കൗട്ട് ആവുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ ടാട്ടൻ്റെ മറുപടി കേൾക്കാം. ഒരു 1.5 മറുപടിയാണ്. എന്നിട്ട് ടാട്ടന്റെ അഭിപ്രായം എന്താണെന്ന് നമ്മൾ ചോദിച്ചറിയാന്നുള്ളതല്ലേ ഉത്തരവാദിത്തം. പിന്നെ ഈ വരുന്ന ഫേക്ക് ഐഡിയിലായിരിക്കും കമന്റ് വരുന്നത്. ഈ ഫേക്ക് ഐഡിയിൽ കമന്റ് എടുക്കുന്നവർക്ക് പോലും മറുപടി കൊടുക്കേണ്ട ഗതികേട് നിനക്കല്ലാണ്ട് വേറെ ആർക്കും ഇല്ല. നിനക്ക് കണ്ടന്റ് ക്ഷാമം ആണെന്നുള്ളത് മറ്റുള്ളവരെ നീ ഇങ്ങനെ അറിയിക്കരുത് കേട്ടോ. തട്ടടോ.
ഈ കുണ്ണേട്ടൻ ആളെ കൊല്ലുന്ന ബസ്സിലാണോ ജോലി? ഇതാരാ? ഞാനും ഒരു വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നോ? നീ ഞാനും ഒരു വീഡിയോ ചെയ്തില്ലായിരുന്നോ? അതിന് വന്ന കമൻ്റാണ് ഇത്. കരുണേട്ടൻ കണ്ടില്ലയോ? ഇതിനൊരു മറുപടി കൊടുക്കണ്ടായോ? അതാണ് ചോദിക്കുന്നത്. അപ്പം ചോദിച്ച് മേടിക്കുകയാണ്. തട്ടടോ തട്ടടോ തട്ടടോ. കരുണേട്ടൻ തുടങ്ങാണ്. എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കുക. സ്ക്രീനിൽ വെച്ചോളാം. കമന്റ് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? കുണ്ണേട്ടൻ എന്നാണ് ഇന്ന അഭിസംബോധന ചെയ്ത ഈ RK കാലിക്കറ്റ്. ആരോ ഒരു ഫേക്ക് ഐഡിയിൽ ഒരു കമന്റ് ഇട്ടു. അതിനാണ് ഈ മറുപടി. ഒന്നും ചെയ്യാനില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ കമൻ്റൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ മറുപടി കൊടുക്കുക, അത്രയേ ഉള്ളൂ. എന്തായാലും കമൻ്റ് ഇട്ടവനെ ഞാൻ നമിച്ചു. അടിപൊളി കമൻ്റായിരുന്നു. അപ്പം മറുപടിയും നമുക്ക് കേൾക്കാം. ബാക്കിയുള്ളവരിത് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അഭിസംബോധന ചെയ്ത ഈ RK കാലിക്കറ്റ് എന്നെ വിളിച്ചത് കുഴപ്പമില്ല. RK കാലിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ഐഡിയിൽ നിന്നാണ് അത് വന്നേക്കുന്നത്. ഫേക്ക് ഐഡി ആണെന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഈ ഫേക്ക് ഐഡിക്ക് മറുപടി കൊടുക്കേണ്ട ഒരു ഗതികേട്. അത് ഞാൻ പറഞ്ഞോളാം. പിന്നെ ആളെ കൊല്ലുന്ന ബസ്സിൽ ആണോ ജോലി? ഓന്റെ തന്ത ആളെ കൊല്ലുന്ന ബസ് ഇറക്കിയത്. പിന്നെ നമ്മുടെ കരുണേട്ടൻ വാ എടുത്ത് പൊളിച്ചു കഴിഞ്ഞാൽ തന്തയ്ക്കും തള്ളയ്ക്കും മാത്രമേ വിളിക്കുള്ളൂ. ബാക്കി പറ കരുണേട്ട. അല്ല ഡാഷ് മോനെ, അല്ല എന്ത് പേരെടുത്ത് വിളിക്കണമെങ്കിൽ അറിയില്ല. കാരണം ഒരു ഫേക്ക് ഐഡി ഉണ്ടാക്കിയത്. അപ്പൊ ഫേക്ക് ഐഡി ആണെന്ന് ഇവർക്ക് തന്നെ അറിയാം. ഒരു ഫേക്ക് ഐഡിക്ക് മറുപടി കൊടുക്കേണ്ട ഗതികേട് അവർക്ക് വരെ ഇവരിരുന്ന് മറുപടി കൊടുക്കുന്നു. അപ്പോൾ ഒരു ജോലിയും കൂലിയും തൊഴിലും ഇല്ലാത്ത ആളുകളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പം കണ്ണനെ വരയ്ക്കാനുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഇതുപോലുള്ള ചില സാധനങ്ങൾക്കൊക്കെ എടുത്ത് മറുപടി കൊടുക്കുക. അതാണ് ഇപ്പൊ പ്രധാന പണി എന്ന് പറയുന്നത്. കാരണം ഒരു ഫേക്ക് ഐഡി ഉണ്ടാക്കിയത് അത് ഒറിജിനൽ ആണോ പോലും അറിയില്ല. അപ്പൊ ഈ RK കാലിക്കറ്റ് എന്ന് പറയുന്ന ഒറിജിനലല്ല എന്ന് ടൈപ്പ് ചെയ്ത് ഈ കുണ്ണ എന്ന് ടൈപ്പ് ചെയ്ത് മെസ്സേജ് ഇട്ട് അരുണേട്ടന്റെ ഹരിശ്രീ ഗണപതയെ നമഃ. പിന്നെ നമ്മുടെ ജെസുമോക്കടെ ചിരി കണ്ടോ? ആ തൃപ്തിയായിട്ട് ആ കരുണേട്ടൻ രണ്ടെണ്ണം അങ്ങോട്ട് ഫേക്ക് ഐഡീനെ ഒരു രണ്ടെണ്ണം പറയുമ്പോൾ ജസ്നമോക്കൊരു ഉള്ളിൽ നിന്ന് ഭയങ്കര ഒരു ആഹ്ലാദമാണ്, സന്തോഷം വന്നിട്ട് ആ ചിരി അങ്ങോട്ട് മറച്ചു വയ്ക്കാൻ പറ്റണില്ല. ആ ചിരിയാണ് സുഹൃത്തുക്കളെ നിങ്ങളിവിടെ കേൾക്കുന്നത്. അതൊരു ഒന്നൊന്നര ചിരിയാണ്. ജസ്നമോക്കളുടെ ഒരു ആഹ്ലാദേ. കരുണേട്ടനെ കൊണ്ട് മറുപടി പറയിപ്പിക്കുമ്പോൾ നമ്മുടെ ജെസുമോക്കൊരു പ്രത്യേക സംതൃപ്തിയാണ്. കാരണം ഒരു ഫേക്ക് ഐഡി ഉണ്ടാക്കിയത് RK കാലിക്കറ്റ് എന്നും പറഞ്ഞിട്ട് അത് ഒറിജിനൽ ആണോ പോലും അറിയില്ല. അപ്പൊ ഈ RK കാലിക്കറ്റ് എന്ന് പറയുന്ന കുണ്ണ എന്ന് ടൈപ്പ് ചെയ്ത് ഈ കുണ്ണ എന്ന് ടൈപ്പ് ചെയ്ത് മെസ്സേജ് ഇട്ട് ഏട്ടനോട്. നല്ല തന്തയ്ക്ക് വെറുക്കാത്ത മോനെ, ഏത് റൂട്ടിലാണ് ആളെ കൊല്ലുന്ന ബസ്സിൽ ഡ്രൈവർമാരുള്ളത്? ഇനി ഒരു ദിവസം പോട്ടെ, കണ്ണൂര് കോഴിക്കോടോ കുറ്റ്യാടി കോഴിക്കോടോ ഒരു ദിവസം നീ സമയത്തിന് എത്തിച്ചിട്ട് മെല്ലെ, അതായത് ഒരു 40, 50, 60 ആ സ്പീഡിൽ എത്തിച്ചിട്ട് ഒരു 40, 50, 60 ആ സ്പീഡിൽ എത്തിച്ചിട്ട് ഒന്ന് ട്രിപ്പ് എടുത്ത് കാണിച്ചുകൊണ്ടാ. പിന്നെ ആളെ കൊല്ലുന്നെന്ന് പറഞ്ഞത് ഞങ്ങൾ ആരെയും കൊല്ലാൻ വേണ്ടിട്ട് രാവിലെ കുളിച്ച് പുറപ്പെട്ടിട്ട് പഠിച്ചോനെ ഞാൻ ഡ്യൂട്ടിക്ക് പോവാണ്, ഡ്രൈവർ ഡ്യൂട്ടിയാണ്, ആരെങ്കിലും ഒരാളെ കൊല്ലണേ എന്ന്. ഇപ്പം ഇവിടെ ഹിന്ദുവായ കരുണേട്ടനാണ് പടച്ചോനെ വിളിച്ചിട്ട് തുടങ്ങണത്. മനസ്സിലായല്ലോ? ഒരു ദിവസം പടച്ചോനെ വിളിച്ചിട്ടാണ് ആരംഭിക്കുന്നത്. അതെന്തായാലും കുഴപ്പമില്ല, അവനവൻ്റെ വിശ്വാസം. അതെന്തായാലും കുഴപ്പമില്ല, അവനവൻ്റെ വിശ്വാസം അവനവനെ രക്ഷിക്കട്ടെ. പറഞ്ഞിട്ടല്ല ഞങ്ങൾ ആരും വരുന്നത്. ഞങ്ങൾ ആരെന്ന് പറഞ്ഞാല് ഞാൻ പോട്ടെ, ഏതൊരു ഡ്രൈവർമാരും ഒരാളെ കൊല്ലണം വിചാരിച്ചിട്ടല്ല വരുന്നത്. അതുകൊണ്ട് ഈ കുണ്ണ എന്ന് ടൈപ്പ് ചെയ്ത് കുണ്ണേട്ടനോട് ഒന്നേ പറയാളൂ. അന്ന് ആ ഏട്ടനാണ് ഈ ഇരുന്ന് മറുപടി പറയുന്നത്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഇനി ഞാൻ പറയണ്ടല്ലോ പ്രത്യേകിച്ച്. നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് വളയം പിടിച്ച് നടക്കുന്ന ആൾക്കാരാണ് ഡ്രൈവർമാർ. നീയൊക്കെ ഈ കുണ്ണ എന്നും ഈ
ഇപ്പം കണ്ണന വരെ പണ്ടത്തെ പോലെ ഇല്ല. കണ്ണന വരച്ചുകൊണ്ടിരുന്നപ്പോൾ മാറി മാറി ആഴ്ചയിൽ 5ഉം 10ഉം ചിത്രങ്ങൾ വെച്ച് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ കരുണേട്ടൻ ഫോട്ടോക്ക് ഫ്രെയിം അടിക്കാൻ നിൽക്കുമായിരുന്നു. ജോലിക്കും പോവില്ല, കൂലിക്കും പോവില്ല. ഇപ്പം കരുണേട്ടന് വളയം പിടിക്കാൻ പോകണം, എന്നാലേ മാമുണ്ണാൻ പറ്റുള്ളൂ. ഗതിയായി. എന്നിട്ടും അഹങ്കാരത്തിനും വയലനാക്കിനും ഒരു കുറവുമില്ല. നിന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ അതിന് ആംബുലൻസ് ആണെങ്കിൽ പോലും അതും വീട്ടുകാർക്ക് എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ KSRTCയും പ്രൈവറ്റും ഒക്കെ വിളിച്ചിട്ടല്ലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണത്. അപ്പൊ ഇന്നെ പറഞ്ഞ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. തന്തയ്ക്ക് പറക്കാത്ത കുണ്ണമോൻ പറഞ്ഞ എനിക്കൊരു വിഷയം. എല്ലാ ഡ്രൈവർമാരെ അടക്കി പറയുമ്പോൾ നായിന്റെ മോനെ നീ ഒന്ന് ചിന്തിക്കണം. ഡ്രൈവർമാര് എന്ന് പറയുന്നത് അന്നേരം തന്നത്തിന് വേണ്ടി അവരെ വീട്ടിലേക്ക് ആഹാരത്തിന് വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാരാ. ഈ ഡ്രൈവർമാരില്ലെങ്കിൽ ഇനിയൊന്നും ഏടെയല്ല. നമുക്കൊരു ടാക്സി വിളിച്ചിട്ട് ഏടേക്കെങ്കിലും പോണെങ്കിലും ഡ്രൈവർ വേണം. ഇനിയിപ്പം ഈ ആയിരിക്കും ഞാൻ എൻ്റെ സ്വന്തം കാറെടുത്ത് പോകുന്നു, ഒരു ഫ്ലൈറ്റ് വിളിച്ചു പോകണം, അതിലും പൈലറ്റ് എന്ന് പറയുന്ന ഡ്രൈവറാ. ഈ ഫ്ലൈറ്റ് സ്വന്തമായിട്ട് അങ്ങ് എടുത്ത് പോവോ? പിന്നെ ട്രെയിൻ ഓടിക്കുന്നതും ഡ്രൈവറാ. ഡ്രൈവർ എന്ന് പറഞ്ഞ വണ്ടി ഏതൊരു വാഹനം ഡ്രൈവറാണ്. ഓരോരുത്തർക്കും ഓരോ പേരുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ മോനൊരു കാര്യം ചെയ്യാം, ഈ RK കാലിക്കറ്റ് എന്ന് പറഞ്ഞ കുണ്ണമോനെ നീ ധൈര്യം ഉണ്ടെങ്കിൽ നിന്റെ നമ്പർ കൂടി ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, നീ എന്നെ വിളിക്ക്. പിന്നെ നമ്മുടെ കരുണേട്ടൻ ഫേക്ക് ID പോലും കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അവർക്കൊക്കെ നമ്പർ കൊടുക്കും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾക്ക് ആർക്കെങ്കിലും കരുണേട്ടൻ്റെ നമ്പർ വേണമെങ്കിൽ ഒരു നെഗറ്റീവ് കമന്റ് ഇട്ടാൽ മതി. അപ്പോൾ കരുണേട്ടൻ വന്ന് പറയും, ഡാഷ് മോനെ നിനക്ക് വേണമെങ്കിൽ എൻ്റെ ഈ നമ്പറിലേക്ക് വിളിക്കാമെന്ന്. അതാണ് നമ്മുടെ കരുണേട്ടൻ. ഭയങ്കര വിശാല മനസ്കനാണ്. എന്താ ബാക്കി ഞാൻ പറയണ്ടല്ലോ അല്ലേ. കരുണേട്ടൻ്റെ വിശാല മനസ്കത അങ്ങ് ദുബായിലുള്ള ഒരു കാക്കയ്ക്ക് വരെ ഒരു തണലാണ്, ഒരു ആശ്വാസമാണ്. അയ്യപ്പനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ജസ്മോള് ചോദിക്കും, ഡ്രൈവർമാരെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ജസ്മോള് ചോദിക്കും. ഇനി ആരെങ്കിലും ഈ ലിസ്റ്റിൽ ഉണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഡ്രൈവർമാരെ പറ്റി പറഞ്ഞാൽ, അണ്ണാവെ പറ്റി പറഞ്ഞാൽ, അങ്ങനെ ഒരു ഡയലോഗില്ലേ, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബസ് ഡ്രൈവർമാർക്കിടെ ബ്രാൻഡ് അംബാസഡർമാരാണ് ഇവർ. അത്രത്തോളം മൊത്തം ഡ്രൈവർ ഫാമിലി ആണെന്നാണ് പറയുന്നത്. എന്നാലും ബസ് യൂണിയൻ ഡ്രൈവേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയാണ് ഇവർ. മനസ്സിലായില്ലേ, ബ്രാൻഡ് അംബാസഡർമാർ. അപ്പോൾ നമ്മുടെ മെൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് നമ്മുടെ വട്ടിയൂർക്കാവ് അജിത് കുമാറിനെ പോലെ നമ്മുടെ ഓൾ കേരള ബസ് യൂണിയൻ അസോസിയേഷൻ പ്രസിഡൻ്റ് ആൻഡ് സെക്രട്ടറി അതാണ്. അപ്പോൾ ഓൾ കേരള ബസ് ഡ്രൈവേഴ്സിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരായിട്ട് ഞാൻ അങ്ങോട്ട് ഇവരെ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. കൊല്ലുന്ന ബസ്സിലാണോ എന്ന് ചോദിക്കുന്ന നായിന്റെ മോനെ, നീയൊക്കെ തന്തയ്ക്ക് തന്നെ ഉണ്ടായതാണോടാ? ഡ്രൈവർമാരെ പറ്റി ഇങ്ങനെ പറയാൻ എനിക്ക് എന്താ അർഹതയുള്ളത്? ഒരു ദിവസം നീ ഏതെങ്കിലും റൂട്ടിൽ പോയിട്ടൊന്ന് പണിയെടുത്ത് നോക്ക്. അപ്പം ഇത് ഞാൻ അധികം കേൾക്കുന്നില്ല. അപ്പോൾ പൊന്നാര കരുണേട്ടന് എൻ്റെ വക ഒരു മറുപടി ഞാൻ തരാമെന്ന് വെച്ചു. കാരണം എൻ്റെ പൊന്നാര കരുണേട്ട, ഒരുപാട് ഡ്രൈവർമാരുണ്ട്. ഡ്രൈവർമാർക്കിടെ ഭാര്യമാരുണ്ട്, പെങ്ങന്മാരുണ്ട്, അമ്മമാരുണ്ട്, ഇനി കൂട്ടുകാരുണ്ട്. അവരും ചിലപ്പോൾ ഡ്രൈവേഴ്സായിരിക്കും. അവരൊക്കെ ചിലപ്പോൾ അവരിൽ കുറച്ച് പേരെങ്കിലും ഈ കമൻറ്റ് കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ട് മൈൻഡ് ചെയ്യാണ്ട് വിടേണ്ട ഒരു സാധനമാണ്. അതിനാണ് എടുത്തു വെച്ചിട്ട് മറുപടി കൊടുക്കുന്നത്. എടുത്തു വെച്ചിട്ട് അത്രത്തോളം മറുപടിയാണ് കൊടുക്കുന്നത്. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഡ്രൈവർമാരെ ആരും ഗൗനിക്കൂലല്ലോ. നിങ്ങൾ ഡ്രൈവർമാർക്ക് വേണ്ടി ശബ്ദമാവണം. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്നിട്ട് വേണം ഓരോ പ്രൈവറ്റ് ബസ്സിലും, പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ്സിലാണ് കേട്ടോ ഈ വക കുൽസിതങ്ങൾ നടക്കുന്നത്. KSRTCയിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഇത് സംഭവിക്കാറുണ്ട്. പക്ഷെ കൂടുതലും ബസ് ഡ്രൈവേഴ്സിൻ്റെ ഒരു അനാസ്ഥ അല്ലെങ്കിൽ ഒരു ശ്രദ്ധയില്ലായ്മ എന്നൊക്കെ പറഞ്ഞ് ഈ ചെറുപ്പക്കാർക്കിടയിൽ ഈ പ്രൈവറ്റ് ബസ്സുകളിലാണ്. അത്തരത്തിലുള്ള ഒരു കരുണേട്ടനാണ് ഇതിന് മറുപടി പറയുന്നത്. അപ്പോൾ എനിക്ക് കരുണേട്ടനോട് പറയാനുള്ളത്, ഓരോരുത്തരും അവനവൻ്റെ കാര്യം നോക്കി അവർക്കിടെ തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണ്. നിങ്ങളെപ്പോലെ കണ്ട പുല്ലിനും പുൽച്ചാടിക്കും വരെ മറുപടി കൊടുത്തിട്ട് ഫേക്ക് ID ഇട്ട കമൻറ്റിനല്ലേ നിങ്ങൾ മറുപടി കൊടുക്കുന്നത്. ഇത്രയും ഗതികെട്ട രണ്ടെണ്ണങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലില്ല. ഫേക്ക് ID വരെ മറുപടി കൊടുക്കുന്നത് നിങ്ങളെ നമിച്ചിരിക്കുന്നു.